guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റഫിൾ കർട്ടനാണ്. ഇങ്ങനെ റഫിൾസ് അല്ലെങ്കിൽ ഫ്രിൽസ് വെച്ച ഒരു കർട്ടനാണത്. ഞാൻ ഈ കർട്ടൻ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഒരു പഴയ സാരി വെച്ചിട്ടാണ്. ഇതുപോലെ ഏതെങ്കിലും നല്ല ഡിസൈനുള്ള ഒരു പഴയ സാരി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനത്തെ ഒരു ക്യൂട്ടായ കർട്ടൻ റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ റൂമിൻ്റെ മുഖച്ഛായ തന്നെ മാറും. ഇതാരെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ അയയ്ക്കുക ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ. I would love to see your creations. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. So without further ado, let's get started. ആദ്യമായിട്ട് ഈ സാരിയിൽ നിന്ന് കർട്ടൻ തയ്ക്കാൻ ആവശ്യമായ പീസസ് നമുക്ക് മുറിച്ചെടുക്കാം. സാധാരണ ഒരു സാരി 5 മുതൽ 6 മീറ്റർ വരെ നീളവും 1 മീറ്റർ വീതിയും ഉണ്ടാകും. സാരിയുടെ മുന്താണി അല്ലെങ്കിൽ പല്ലു വരുന്ന ഭാഗത്ത് നിന്ന് 60 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ഒരു പീസ് മുറിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ കർട്ടൻ്റെ ബോഡി ആയിട്ട് വരാൻ പോകുന്നത്. ബാക്കിയുള്ള സാരി ഇതുപോലെ 8 തുല്യ ഭാഗങ്ങളായി മുറിച്ചെടുക്കുക. ഇതാണ് കർട്ടൻ്റെ ലെയേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ. ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം. കർട്ടൻ്റെ റോഡ് കടത്തി വിടാനായിട്ട് ബോഡിക്കായി മുറിച്ചെടുത്ത തുണി ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ മടക്കി ഒരു ബെൽറ്റ് പോലെ തയ്ച്ചെടുക്കുക. ബാക്കിയുള്ള എല്ലാ അറ്റങ്ങളും തുണികളും ഇതുപോലെ മടക്കി ഹെം ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഓരോ ലെയറുകളും കർട്ടനിൽ തയ്ച്ചു പിടിപ്പിക്കാം. ഇതുപോലെ മടക്കുകൾ ഇട്ട് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ തയ്ച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ മടക്കുകൾ യൂണിഫോം ആയിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ കർട്ടൻ തൂക്കിയിടുമ്പോൾ അവിടെ എവിടെയും കുറച്ച് കൂടിയും കുറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ഒരു ലെയർ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റഫിൾസ് മടക്കി വെച്ച ഭാഗത്തു കൂടെ 2 തവണ സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. ഒരു ലെയർ തയ്ച്ചു കഴിഞ്ഞാൽ ആ ലെയർ അവസാനിക്കുന്നതിൻ്റെ 1 ഇഞ്ച് മുകളിൽ നിന്ന് അടുത്ത ലെയർ തയ്ച്ചു പിടിപ്പിക്കുക. അങ്ങനെ എല്ലാ ലെയറും തയ്ച്ചു കഴിഞ്ഞ് നമ്മുടെ കർട്ടൻ റെഡിയായി. ഇത് വളരെ സിമ്പിളാണ്. സ്ട്രെയിറ്റ് സ്റ്റിച്ച് മാത്രമേ ആവശ്യമുള്ളൂ. സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.